അങ്ങനെ ഗൈസ് നമ്മുടെ ബെങ്കൻ കാ ബർത്ത റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം. നമ്മൾ ഒരു സവാള എടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, മല്ലിയില കുറച്ച് എടുത്തിട്ടുണ്ട്, കപ്പലണ്ടി പൊടിച്ചെടുത്തതാണ്, പക്ഷെ ജാറിൽ കുറച്ച് നനവുള്ളതുകൊണ്ട് ഈ ഒരു രീതിയിൽ കിട്ടിയതാണ്. പിന്നെ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 3 കത്തിരിക്ക എടുത്തിട്ടുണ്ട്, 5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ജീരകപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളുത്തുള്ളി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി. ഇതെത്രയാണ് ഗൈസ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഗൈസ് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇനി നമുക്ക് കപ്പലണ്ടി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് മിക്ക കാര്യങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ മിക്സ് ചെയ്യാം. തേങ്ങ തിരുവി അരച്ചതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, ബാക്കി മസാലാസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി, ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഇപ്പോൾ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ്. ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് ഇനി അടുത്ത് മല്ലിയില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനെ മാറ്റി വെച്ചിട്ട് മലക്കറിയില അരിയും. ഇതേപോലെ കീറി തന്നെ വയ്ക്കണം. ഇത് കട്ട് ചെയ്ത് പോകാൻ പാടില്ല, നിൽക്കണം, അവിടെ തന്നെ നിൽക്കണം, ഇളകി പോകരുത്. ആ ഒരു രീതി, അതിനകത്ത് വേണം മസാലാസൊക്കെ കയറി നല്ല ഒരു ഇത് വരെ. ഓക്കെ, നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഏത് എണ്ണ വേണം യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ കോക്കനട്ട് ഓയിലാണ് പ്രിഫർ ചെയ്യണത്. ചൂടായതിനു ശേഷം ഈ ഇതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി സവാള വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കത്തിരിക്ക ഇട്ട് കൊടുക്കാം. ഇല്ലേ നിറച്ച് വെച്ചിട്ടില്ലേ നമ്മൾ മസാലയൊക്കെ വെച്ച്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. മിനിറ്റ് വഴറ്റിയതിന് ശേഷം ടൊമാറ്റോ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ നീളത്തിലാണ് കട്ട് ചെയ്തിട്ട്. ഇനി ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ മസാലയൊക്കെ എടുത്ത് വെച്ചിട്ടില്ലേ, അതിൽ നിന്നുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് പൊടിയിക്കാം. കറി തിളച്ച വേണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ ആയതിനു ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഗ്യാസ് കുറച്ച് വയ്ക്കാം. ഗൈസ് അപ്പോൾ ഇത് ഇത്രയും ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിനെ സെർവ് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെ വെച്ച് നന്നായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഗൈസ് നമ്മുടെ ബെങ്കൻ കാ ബർത്ത റെഡി ആയിട്ടുണ്ട്. കേട്ടില്ലേ എന്താ മണം.